ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പപ്പട തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 6 പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് സാധാ പപ്പടെല്ലാം വറുത്തെടുക്കുന്ന പോലെ തന്നെ ഓയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. പപ്പടെല്ലാം വറുത്ത് കഴിഞ്ഞാൽ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞതിലേക്ക് 2 വറ്റൽമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 5 ചുവന്നുള്ളിയും 5 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 2 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് ഈ ഒരു മസാലയിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് കുറച്ച് എരിവോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത്, കാരണം പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് തണുത്ത് പോവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.